സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കേക്കന്മാരല്ലേ, കേക്കൻ നാട്ടിലല്ലേ താമസിക്കുന്നേ, ആടെ എന്തില്ലേന്ന്. ഈടെ എന്തേലുള്ളതെന്ന് പിന്നെ പറയാട്ടോ. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മലയോര മേഖല, അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. സാധാരണ സിനിമ കാണാൻ ഞങ്ങൾ കാഞ്ഞങ്ങാടേക്കാണ് പോകാറുള്ളത്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിലോട്ടാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കുന്നിറങ്ങി മറ്റൊരു കുന്ന് കയറുമ്പോഴേക്കതേ കണ്ണൂർ ജില്ല എത്തിയിട്ടാ. അപ്പോൾ ഇത് ചെറുപുഴയാണ് ഈ ഒരു തിയേറ്റർ വരുന്നത്. ഞാൻ ഓളെയും കൂട്ടിയിട്ടാണ് സിനിമ കാണാൻ വന്നത്. അപ്പോൾ ഏത് സിനിമ എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കുറച്ചധികം പഴക്കമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി സെറ്റാക്കി സിനിമ കാണാൻ കയറി കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഓളെയും കൂട്ടിയിട്ട് എന്തിനാ ഈ സിനിമ കാണാൻ വന്നതെന്ന്. ഓളെ എൻ്റെ ഒരേ ഒരു ചേച്ചിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓളെ കൂട്ടിയിട്ട് വന്നത്. ഓളെ മാത്രമല്ല എൻ്റെ വഴേനെയും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ തിയേറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു തിയേറ്ററിനെ കുറിച്ചിട്ട്. പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല വൃത്തിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്കുള്ള റോഡാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ. കാഞ്ഞങ്ങാട് പോകുന്നതിനേക്കാളും നല്ലതാണ്, കുണ്ടും കുഴിയും ഒന്നുമില്ല, നല്ല അടിപൊളി റോഡൊക്കെയാണ് കേട്ടോ. നമ്മുടെ മലയോര മേഖലയിൽ മലയോര ഹൈവേയിലൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ നല്ല സെറ്റപ്പ് സ്ഥലമായിരുന്നു. നന്നായിട്ട് വരുന്നത് വരെ എനിക്ക് ഇത്രയും വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്, എന്തോ ഭാഗ്യത്തിന് കേട്ടോ. അങ്ങനെ സിനിമ ഒക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ടും തീർന്നില്ല, ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും ഫാമിലീസാണ് കേട്ടോ വരുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. ഞങ്ങളുടെ ഷോ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേനും അടുത്തൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര ഇങ്ങനെ കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വണ്ടിയിൽ തന്നെ നെക്സ്റ്റ് വീഡിയോസ് മീഡിയ സൈനിങ്.